നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അറബിക്കടലിൽ വീണ്ടും കടൽ കൊള്ളക്കാരെ തുരത്തി ഇന്ത്യൻ നാവികസേന. 12 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇറാനിയൻ മത്സ്യബന്ധന കപ്പലും അതിലെ 23 പാകിസ്ഥാൻ ജീവനക്കാരെയും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു. 9 സായുധരായ കടൽ കൊള്ളക്കാരടങ്ങുന്ന സംഘം ഇറാനിയൻ കപ്പലിൽ കയറിയതായുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് ഇന്നലെ വൈകിട്ടോടെയാണ് ഇന്ത്യൻ നാവികസേന ഓപ്പറേഷനിൽ ഏർപ്പെട്ടത്. ആദായ നികുതി വകുപ്പിൻ്റെ നടപടികൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങി കോൺഗ്രസ്. എല്ലാ PCC അധ്യക്ഷന്മാർക്കും സംസ്ഥാന ചുമതലയുള്ള നേതാക്കന്മാർക്കും ജില്ലാ ഭാരവാഹികൾക്കും ഇതു സംബന്ധിച്ച സർക്കുലർ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അയച്ചു. എല്ലാ സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിലും പ്രതിഷേധം അരങ്ങേറണമെന്ന് KC വേണുഗോപാൽ സർക്കുലറിൽ പറയുന്നു. കോൺഗ്രസിന് പിഴ ചുമത്തിയ മാനദണ്ഡം കണക്കാക്കിയാൽ BJP 4600 കോടി രൂപ പിഴ നൽകണമെന്ന് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ. കഴിഞ്ഞ 7 വർഷമായി BJPക്ക് കിട്ടിയ സംഭാവനകളുടെ കണക്കിൽ പ്രശ്നങ്ങളുണ്ടെന്നും 2017 കിട്ടിയ 42 കോടി രൂപയുടെ സംഭാവനയുടെ വിവരങ്ങൾ BJP ലഭ്യമാക്കിയിട്ടില്ലെന്നും അജയ് മാക്കൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ BJPക്ക് കിട്ടിയ സംഭാവനയുടെ പൂർണ്ണ വിവരങ്ങൾ ഇല്ല. സംഭാവന നൽകിയ 92 പേരുടെ വിവരങ്ങൾ ഇല്ല. എത്ര സംഭാവന കിട്ടിയെന്ന് വ്യക്തമാക്കുന്നില്ല. BJPയുടെ നിയമലംഘനം പകൽ പോലെ വ്യക്തമാണെന്നും അജയ് മാക്കൻ പറഞ്ഞു. കോൺഗ്രസിന്റെ മനോവീര്യം തകർക്കാനാണ് ആദായ നികുതി വകുപ്പിന്റെ ശ്രമമെന്നും എന്നാൽ പ്രചാരണ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസിന് പ്ലാൻ B ഉണ്ടെന്നും അജയ് മാക്കൻ വ്യക്തമാക്കി. 15 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് CPM-നും 11 കോടി രൂപ പിഴയിട്ട് CPI-ക്കും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPM-നെതിരായ നടപടി. 22 കോടി രൂപ വരുമാനം കണക്കാക്കി 15.5.9 കോടി രൂപ പിഴയിട്ടു. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചതിനാണ് CPI-ക്കെതിരായ നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ മാറിയാൽ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ ആദായ നികുതി വകുപ്പിൻ്റെ നടപടികൾക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു ഏജൻസിയും മുതിരാത്ത തരത്തിലുള്ള കർശന നടപടിയുണ്ടാകുമെന്നും ഇത് തൻ്റെ ഗ്യാരണ്ടിയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാറാലിക്ക് അനുമതി നൽകി ഡൽഹി പോലീസ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യ സംഘടിപ്പിക്കുന്ന റാലി നാളെ രാംലീല മൈതാനിയിൽ നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികളുടെ നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും പോലീസിൽ നിന്നും റാലിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കണമെന്നും അത് നാടിനോടുള്ള നമ്മുടെ കടമയാണെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ. ക്രൈസ്തവ സമൂഹം അധോഗതിയിലേക്ക് പോകുന്നത് പുറത്തുനിന്നാരും വന്ന് ആക്രമിച്ചിട്ടല്ലെന്നും അകത്തുള്ള സഹോദരങ്ങൾ പരസ്പരം പോരടിച്ചിട്ടാണെന്നും മറക്കാനും പൊറുക്കാനും നമ്മൾ തയ്യാറാകണമെന്നും ദുഃഖവെള്ളി സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. CAA പ്രതിഷേധ കേസുകൾ പിൻവലിക്കാനുള്ള കേരള സർക്കാരിൻ്റെ തീരുമാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. 835 കേസുകളിൽ ഗുരുതരമല്ലാത്ത 629 CAA വിരുദ്ധ പ്രതിഷേധ കേസുകൾ പിൻവലിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയാണോ കേസുകൾ പിൻവലിച്ചത് എന്നത് സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡല പര്യടനത്തിലെത്തുന്നു. ആദ്യ ദിനമായ ഇന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് പര്യടനം. രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെയും മതനിരപേക്ഷ പാരമ്പര്യത്തെയും സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടതുണ്ടെന്നും ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനായി വെറുപ്പിൻ്റെ രാഷ്ട്രീയം ആളിക്കത്തിക്കുന്ന വർഗീയ ശക്തികളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാതെ അവസരവാദ രാഷ്ട്രീയം പയറ്റുന്ന കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയേണ്ടതുണ്ടെന്നും
കേരളം വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ പാർലമെൻറ്റിൽ നിശബ്ദരായ UDF MP-മാരെ വിലയിരുത്താനുള്ള വേളയാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ നടന്ന അക്രമങ്ങളിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബീച്ചിൽ കുപ്പിപെറുക്കി നടക്കുന്ന ആളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളാണോ ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൃത്യതയില്ല. അക്രമം അന്വേഷിക്കുന്നതിന് വേണ്ടി ഇന്നലെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. കേരളത്തിൽ 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടൂർ പട്ടാഴിമുക്കിലെ അപകടത്തിൽ മരിച്ച ഹാഷിം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് അച്ഛൻ അക്കിൻ. മകൻ ഇന്നലെ വൈകിട്ട് ഒരു ഫോൺ വന്ന ശേഷം ഉടൻ മടങ്ങി വരാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. പിന്നീട് അപകടം നടന്നു എന്ന വാർത്തയാണ് അറിയുന്നത്. അനുജയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും ഹക്കീം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.